നമസ്കാരം. പ്രണവത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷപരമായിട്ടുള്ള സംശയ നിവാരണത്തിൻ്റെ സമയമാണ് നമുക്കിനി. നമുക്ക് സാറിനോട് ഒരു ചോദ്യവുമായിട്ട് സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ നമസ്കാരം. മരണാനന്തര ചടങ്ങും ബലിയിടുന്നതിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംശയ നിവാരണത്തിന് എടുത്തിരിക്കുന്ന വിഷയം. സാർ അതിനെക്കുറിച്ച് ഒന്നുകൂടെ. അതായത് മരിച്ചു കഴിയുമ്പോൾ ഈ 16 രാത്രി കഴിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ വാലായ്മ തീരുന്നു. പിന്നീട് പിണ്ടനൂൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അവിട്ടം മുതൽ 5 നാൾ വസുപഞ്ചകം എന്നിവർ, ഇതാണ് പിണ്ടനൂൽ നക്ഷത്രങ്ങൾ. അതേപോലെ തന്നെ യമരുദ്രാഹി മുപ്പൂരം കേട്ട, ഇതും പിണ്ടനൂൽ നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ഈ നാളുകളിലൊക്കെ മരിക്കുമ്പോഴാണ് ഈ ആചാര്യന്മാർ ഭയപ്പെടുത്തിയിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം, ഇല്ലെങ്കിൽ ആകെ മറ്റുള്ളവരെല്ലാം മരിക്കും, നശിച്ചു പോകുന്നുള്ള ഒരു ഭയപ്പാട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നാളുകളിൽ അവിട്ടം മുതൽ 5 നാൾ വസുപഞ്ചകം എന്ന് പറയുന്നത് തന്നെ അത് പിണ്ടനൂൽ ദോഷം എന്ന് പറയുക. അതായത് ബലി ഇടുന്ന സമയത്ത് ഈ ഉണ്ട ഉരുട്ടി ചോറ് പിണ്ടം വെച്ചിട്ട് ചെയ്യുമ്പോൾ ആ കോടിത്തോർത്തിൻ്റെ ഒരു നൂല് വെറുതെ വട്ടം വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് ബലി ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷം അതിൽ തീർന്നു കഴിഞ്ഞു. പിന്നീട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ഈ 16 രാത്രി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നക്ഷത്ര ദോഷങ്ങൾ നമുക്കൊരു ആചാര്യനെ കൊണ്ട് ആവാഹിച്ച് കളയാം. അതിനൊക്കെ ചെറിയൊരു എമൗണ്ടേ വരുള്ളൂ. അതൊന്നും ഈ പറയുന്ന രീതിയിൽ വലിയൊരു സെറ്റപ്പ് പൂജകളോ അതായത് മറ്റുള്ള നെഗറ്റീവ്സ് ഉപദ്രവിക്കുന്ന പോലെയുള്ള ആവാഹനമൊന്നുമല്ല. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഒരു 1-2 മണിക്കൂർ നേരം കൊണ്ട് ചെയ്യാവുന്ന, അല്ലെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ ലഘുവായൊരു പൂജാക്രമമാണ്. അപ്പോൾ ഇത് ജനം ഇതറിയാത്തത് കൊണ്ട് ഈ മരിച്ച ദിവസം സഞ്ചയനത്തിന് വരുമ്പോൾ 5 പീഠം വെച്ചു, 10 പീഠം വെച്ചു. അത് ആചാര്യൻ്റെ ബലം അനുസരിച്ചാണ് പീഠത്തിൻ്റെ അളവ്. അപ്പോൾ ഈ പീഠങ്ങളൊക്കെ വെച്ചിട്ട് വലിയ വലിയ പൂജകൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 16 രാത്രി കഴിയാതെ കണ്ട് ഒരു വീട്ടിലും ദേവചൈതന്യം വരില്ല. അത് നിങ്ങൾക്ക് തന്നെ ബോധത്തോടുകൂടി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം മരിച്ച വീട്ടിൽ നിന്ന് 16 രാത്രി കഴിഞ്ഞിട്ട് മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഈ മരിച്ച വീട്ടിൽ നിന്ന് വാലായ്മയുള്ള ആൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വേറെ ദേവൻ അവിടെ തടുത്തു നിർത്തില്ല, പക്ഷെ ദേവൻ അവിടെ നിൽക്കില്ല, ദേവൻ അവിടെ നിന്ന് പലായനം ചെയ്യും. അങ്ങനെ ആ ശക്തിക്ക് ചൈതന്യം നഷ്ടപ്പെടും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളോട് ക്ഷേത്രത്തിൽ പോകല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ചിന്തിക്കാവുന്നതുള്ളൂ, ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറയുന്ന ആളുടെ ഭവനത്തിൽ പൂജാതി കർമ്മം എങ്ങനെ നടത്തും? 10-നും 11-നും ഇതെല്ലാം തീർത്ത് 12-ൻ്റെ പൂജ വെച്ചതുകൊണ്ടോ എന്തെങ്കിലും വിശേഷം നടക്കുന്നുണ്ടോ? ഒരു വിശേഷമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ സാമാന്യ ജനം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ചില ശാന്തിക്കാരുടെ ഒരു അഭ്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ മരിച്ച ദിവസം ബലികർമ്മമൊക്കെ ചെയ്യുമ്പോൾ തോർത്ത് ഒരു ഫാഷൻ പോലെയാണ്. 15 ആൾ ബലിയിടാൻ നിൽക്കേണ്ടി 15 പേർക്കും പുതിയ തോർത്ത് വാങ്ങിച്ച് ആ ഡ്രസ്സിൻ്റെ മീതെ വട്ടം ചുറ്റണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ടു നിൽക്കുമ്പോൾ ഒരു ബാൻഡ് മേളക്കാർ വന്നിട്ട് ഒരു ഡ്രസ്സ്, ആ ഒരു അനുഭൂതി ഉണ്ടാവും. പിന്നെ അതേപോലെ സഞ്ചയനത്തിന് പുതിയ തോർത്ത് വേണം. അപ്പോൾ ഒരു ഗതിയില്ലാത്ത പാവപ്പെട്ടവൻ്റെ വീട്ടിലാണ് ചെയ്യണമെങ്കിലൊക്കെ അവരത് വാങ്ങിച്ചു തന്നെ ആവണം. പിന്നെ ആവശ്യമില്ലാതെ പൂജാദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞൊരു ചുമട് പൂജാദ്രവ്യം, സഞ്ചയനത്തിന് വലിയ ഹോമം. ഇതുകൊണ്ട് എന്താ നേട്ടമുള്ളത്? അവിടെ ഭഗവാന്റെ ഒരു ചൈതന്യമില്ല. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരിച്ച വീട്ടിൽ നമ്മൾ വിളക്ക് വയ്ക്കുന്നത് ദേവചൈതന്യത്തിനല്ല എന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക. അത് മരിച്ച ആത്മാവിനുള്ള വിളക്കാണ്. അതുകൊണ്ടാണ് മരിച്ച അതിനോട് വിലയുള്ള മറ്റുള്ള സഹോദരങ്ങളുടെ വീട്ടിലോ സ്വന്തം ഗ്രഹങ്ങളിലോ സ്വന്തക്കാരുടെ വീടുകളിലോ ഒന്നും വിളക്ക് വെക്കുന്നില്ല. വിളക്ക് വയ്ക്കാത്തത് ആ ഭവനങ്ങളിലൊന്നും ദൈവിക ചൈതന്യം വരുന്നില്ല. നമ്മളെപ്പോഴും വിളക്ക് വയ്ക്കുന്നതെല്ലാം ദേവതകൾക്കാണ്. അപ്പോൾ ദേവതാ ചൈതന്യം ഈ വീടുകളിൽ വരാത്തതുകൊണ്ടാണ് അവിടെ വിളക്ക് വേണ്ടാന്ന് പറയുന്നത്. അപ്പം മരണ വീട്ടിലെ വിളക്ക് ആത്മാവിനുള്ള വിളക്കാണ്. അത് 16 രാത്രി കടാവിളക്കായിട്ട് കത്തണം. ഈ 10-നും 11-നും തീർത്തിട്ട് വിളക്ക് എടുത്തുകൊള്ളാൻ പറഞ്ഞാൽ ഈ ആത്മാവ് അവിടെ നിന്ന് പോവില്ല. അതിപ്പോൾ നിങ്ങൾ കർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിലും 16 രാത്രി മാത്രമേ ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം നമ്മളുടെ ആ ആത്മാവ് ചുറ്റിപ്പറ്റി നിന്ന എല്ലാ ഇടങ്ങളിലും മേഖലകളിലും ചുറ്റി നിൽക്കും. അത് കഴിഞ്ഞാൽ തനിയെ പോകും. അതിന് നമ്മൾ വേറെ പൂജയുടെ ഒന്നും ആവശ്യമില്ല. ബന്ധുക്കളുടെ വീട്ടിലും വിളക്ക് വെക്കാൻ പാടില്ല. ബന്ധുക്കളുടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അതായത് പെലയുടെ ഇതനുസരിച്ചാണ് വരുന്നത്. രക്തബന്ധം അടുപ്പിച്ചാണ് പെല കണക്കൂട്ടുന്നത്. ഇത് തന്നെ ചില സമുദായങ്ങളിൽ അച്ഛൻ്റെ ചേട്ടൻ മരിച്ച പെലയില്ല, ഞങ്ങൾക്ക് അമ്മ വഴിയാന്ന് പറയും. അതിന്റെ കാരണം തെറ്റിദ്ധാരണയാണ്. അത് പണ്ട് കാലങ്ങളിൽ ശരിയായിരുന്നു. കാരണം പണ്ട് കാലങ്ങളിൽ വീട്ടിലുള്ള അച്ഛൻ ഒറിജിനൽ അച്ഛനല്ലായിരുന്നു, വേറെ ആളുകൾ സംബന്ധം കൂടി ഉണ്ടാകുന്ന സന്താനങ്ങളാണ്. അപ്പോൾ വീട്ടിലുള്ള അച്ഛനല്ലാത്തിടത്തോളം ഈ അച്ഛൻ മരിച്ചാലും പെലയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആ പറഞ്ഞ സത്യമായിരുന്നു. അത് അന്ന്. ഇത് കാലമെല്ലാം മാറി. ഇപ്പോൾ എല്ലാം അവനവൻ്റെ വീട്ടിലുള്ളതെല്ലാം അവനവൻ്റെ മക്കളും അവരവരുടെ പിതാവും ആകുമ്പോൾ ഈ പിതാവിൻ്റെ അച്ഛൻ മരിച്ചാലും പിതാവിൻ്റെ ചേട്ടൻ മരിച്ചാലും പിതാവിൻ്റെ പെങ്ങൾ മരിച്ചാലും, അതായത് എല്ലാം രക്തബന്ധമാണ്. ഈ അമ്മ താവഴി നോക്കുന്ന പോലെ തന്നെ അച്ഛൻ താവഴി സെയിമാണ്, ഒരു വ്യത്യാസമില്ല. നമ്മളൊക്കെ എപ്പോഴും ഒരു പൂജാതി കർമ്മം എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും അച്ഛൻ്റെ താവഴിക്കാണ് ബലം കൊടുക്കുന്നത്. അപ്പം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അച്ഛന് ആൺ വഴിക്ക് ബലവും ഈ മരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ അമ്മ വഴിക്ക് ബലവും. നമുക്ക് സാമാന്യ രീതിയിൽ യുക്തിക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി.
ഈ പറയുന്നതിൽ ഒരു യുക്തിയും കൂടി വേണം. അല്ലാതെ വെറുതെ അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോയിട്ട് അത് മാത്രമാണ് ശരി, അത് പറഞ്ഞത് വലിയൊരു ആചാര്യനായിരുന്നു അതുകൊണ്ട് അങ്ങേര് പറഞ്ഞത് ശരി, മറ്റുള്ളവർ പറയുന്നതൊന്നും ശരിയല്ല എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ്. ഈ 16 കഴിയുമ്പോൾ ആത്മാവ് പോവും എന്ന് പറയുന്നു. അപ്പം 16 കഴിഞ്ഞിട്ട് നമ്മൾ മാസം തോറും അതത് മരിച്ച നാൾ വെച്ചിട്ട് ബലിയിടുന്നുണ്ട്. നമ്മൾ 16 രാത്രി കഴിഞ്ഞാൽ മാസബലികൾ നമ്മൾ നിഷ്കർഷിക്കുന്നില്ല. ഞങ്ങൾ സാധാരണ പറയുന്നത് ആണ്ട് ബലി ചെയ്യാനാണ് പറയുന്നത്, മരിച്ച നാളിൻ്റെ അന്ന്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പിതൃവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വർഷമാണ്. അതുകൊണ്ടാണ് മരിച്ച നാളിന് പ്രസക്തി വരുന്നത്. അപ്പോൾ ആ പിതൃ മരിച്ച നാൾ വരുമ്പോൾ കറക്റ്റ് ഒരു ദിവസമാവാണ്. അപ്പോൾ അതുകൊണ്ട് മാസം തോറും ഓരോ ആചാര്യന്മാർ ചെയ്യിക്കുന്നു. പണ്ട് കാലങ്ങളിൽ മരിച്ച നാൾ മുതൽ ഈ പിണ്ടം, അതായത് തളിച്ച് കുളിക്കുന്ന ദിവസം വരെ നിത്യബലി ഉണ്ടായിരുന്നു. ആ നിത്യബലി എല്ലാം നല്ലത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അതിപ്പോൾ എല്ലാവർക്കും ജോലി തിരക്കും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നിത്യബലിയൊക്കെ ഒഴിവാക്കിയിട്ട് സഞ്ചയനത്തിൻ്റെ അന്നും ബലിയിടും. പിന്നെ ഈ തളിച്ചു കൊടുക്കുന്നതിൻ്റെ അന്നും ബലിയിടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നു. പിന്നെ 10 മരുന്നും ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരക്കാണ്. ഈ തിരക്ക് കൂടിയിട്ട് വല്ല നോൺ വെജൊക്കെ വേവിച്ച് കഴിക്കാനുള്ള തിരക്ക്, പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധമൊന്നും ഈ സമയങ്ങളിൽ പാടില്ല, അങ്ങനെ ആ ഒരു തിരക്കാണ്. അല്ലാതെ കണ്ട് ശരിക്കും ഈ ആത്മാവായിട്ട് അടുപ്പമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും 16 രാത്രി കഴിഞ്ഞിട്ട് മാത്രമേ അവരുടെ കർമ്മ മേഖലകളിലേക്ക് വരാൻ പാടുള്ളൂ. അതാണ് ശരിക്കും അതിനോട് കാണിക്കുന്ന ഒരു സ്നേഹവും കടപ്പാടെന്ന് പറയുന്നത്. പിന്നെ ഈ ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മളോട് വന്നിട്ട് നീ എന്താ അങ്ങനെ ചെയ്തേ, എൻ്റെ അടുത്ത് ഈ പണി ചെയ്തോന്നൊന്നും ചോദിച്ചിട്ട് വരില്ല. ആത്മാവ് ശപിച്ചു, ആത്മാവ് കോപിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എല്ലാം വെറുതെ ഓരോ ആചാര്യന്മാരുടെ കുതന്ത്രങ്ങൾ മാത്രമാണ്. കാരണം 16 രാത്രി കഴിഞ്ഞാൽ ആത്മാവ് നമ്മളായിട്ടൊരു ബന്ധമില്ല. പിന്നീട് ഇവിടെ ഉള്ള പ്രേത ശരീരം എന്ന് പറയുന്ന ആ കാരണ ശരീരം എന്ന് പറയുന്ന പ്രേതത്തിനാണ് നമ്മൾ ബലിയും കാര്യം ചെയ്യുന്നത്. ഈ ബലി ചെയ്യുന്നത് തന്നെ നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കർമ്മമാണ്. അപ്പോൾ നമുക്ക് അതിന് ബലം ഉണ്ടെങ്കിൽ മാത്രം, അതായത് നമ്മളുടെ വീട്ടിലുള്ള അച്ഛനോ അമ്മയ്ക്കോ നമ്മൾ ഭക്ഷണം കൊടുത്ത് നല്ല രീതിയിൽ ആരോഗ്യത്തോടുകൂടി നടന്നാൽ മാത്രമേ നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചീത്ത പറയാൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അച്ഛനും അമ്മയും വന്നിട്ട് ആരടാ എന്താണെന്ന് ചോദിക്കാൻ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത് കിട്ടാൻ, ആരോഗ്യം കിട്ടാനാണ് നമ്മൾ ഭക്ഷണം കൊടുത്ത് അവരെ നിലനിർത്തണം. അതേപോലെ തന്നെയാണ് നമ്മളുടെ പിതൃ എന്ന് പറയുന്ന നമ്മുടെ സ്വത്ത്, ഏറ്റവും കൂടുതൽ സ്വത്ത് സംരക്ഷിക്കപ്പെടുന്ന ആളാണ് ഈ പിതൃ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിതൃവിന് നമ്മൾ ബലം കൊടുക്കുന്നത് തന്നെ നമ്മളുടെ സമ്പത്ത് നിലനിർത്തി നമ്മൾ എന്നും ഐശ്വര്യത്തോട് ജീവിക്കാൻ വേണ്ടിയാണ് പിതൃവിനെ കൂടെ നിർത്തുന്നത്. അപ്പോൾ ഇതുപോലും അറിയാതെ കണ്ടിട്ടാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് പിന്നെ സായുജ്യ പൂജ. ഈ സായുജ്യ പൂജ എന്ന് പറഞ്ഞാൽ പിതൃവിനെ ആവാഹിച്ച് മോക്ഷം കൊടുക്കുകയാണ്. ഇത് തന്നെ ചിലർ പറയുന്നത് ഈ സായുജ്യ പൂജയ്ക്ക് 1.5 ലക്ഷം രൂപ ചിലവാക്കി. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഈ ബാധാദോഷമൊക്കെ മാറ്റി തരാം, മോളുടെ കല്യാണം നടക്കുന്നില്ല, അതുകൊണ്ട് മോള് ഡോക്ടറാണ്, ഒരു കല്യാണം നടക്കുന്നില്ല, നമ്മൾ പറഞ്ഞ് തടസ്സമൊക്കെ മാറ്റി തരാം, കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വലിയ ആൾ വന്നിട്ട് 1.5 ലക്ഷം രൂപ കൊടുത്ത് സായുജ്യ പൂജയൊക്കെ നടത്തിയതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഈ ചെറിയ എമൗണ്ടായാലും അവർക്കത് ചെയ്യാൻ താല്പര്യമില്ല. ചെറിയ എമൗണ്ട് താല്പര്യമില്ലാന്ന് അവർക്ക് വിശ്വാസമില്ല. മറ്റൊരു സായുജ്യം കൊടുത്താണ്. കാരണം പിതൃവിനെ മറ്റേ മഹാവിഷ്ണു തേരിൽ വന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോൾ ഇവർ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ പൂന്താനം കയറി പോണ കണ്ട പോലെ, കഥയിൽ പറഞ്ഞാണ് പൂന്താനം കയറിപ്പോയത് എന്ന് പറഞ്ഞ പോലെയാണ് ആളുകളുടെ ഒരു അന്ധവിശ്വാസമാണ്. ഇത് തന്നെ എൻ്റെ അടുത്ത് പലരും വന്ന് ഞാൻ പറയും നിങ്ങൾ ഈ സായുജ്യ പൂജ എന്ന് പറഞ്ഞൊരു തട്ടിപ്പ്, അതിന് പങ്കെടുക്കണ്ട, അത് പങ്കെടുത്താൽ കാരണം 4 വർഷമായിട്ടും ഈ പൈസ കടം വീട്ടാൻ പറ്റാത്ത ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അന്ന് പൂജ നടത്തിയ പൈസ ഇതേവരെ കടം വീട്ടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സാമാന്യ രീതിയിൽ ചിന്തിക്കാൻ പൂജ ഫെയിലായിരുന്നു, ഒരാവശ്യമില്ല. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയുന്നത് സാറ് മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ, മറ്റുള്ള ആചാര്യന്മാരൊക്കെ റോട്ടിക്കട നടക്കുമ്പോൾ പോലും ഞങ്ങൾ വിടണില്ല, അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കണം ഇരുത്തണില്ലേ. ഇത് തന്നെ നമ്മുടെ പ്രോഗ്രാം കടന്നു പോയപ്പോൾ ഒരു തെക്കൻ ജില്ലകളിൽ നിന്നൊരു പാർട്ടി വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ മകൾക്ക് ക്യാൻസറിൻ്റെ ചെറിയ ലക്ഷണമാണ്, ചികിത്സ ഫലിക്കണില്ല, ഗുളിക കഴിച്ചാൽ ഒമറ്റ് ചെയ്യും, പിന്നെ ഭക്ഷണം ഒമറ്റ് ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉടനെ ഒരു പൂജ വേണം, അവർക്ക് നോക്കൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് അടുത്തൊരു ഡേറ്റിൽ വേണം, എത്ര രൂപയായാലും, സാമ്പത്തികം എന്നുള്ള പാർട്ടിയൊന്നുമല്ല, പക്ഷെ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്, അതുകൊണ്ട് പൂജ വേണം, ഡേറ്റ് തരണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് പിറ്റേ ആഴ്ചയിൽ തന്നെ ഡേറ്റ് കൊടുത്ത് പൂജയ്ക്ക് വന്നു. വളരെ നല്ല രീതിയിൽ അവർ വളരെ ഭക്തിയോടുകൂടി തന്നെ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് 14 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ച് മോൾക്കിപ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട്, ചികിത്സ ഫലിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് വളരെ സംതൃപ്തിയുണ്ട്. അപ്പോൾ അവരന്ന് പറഞ്ഞൊരു കാര്യം, ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ മരിച്ചതാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ അച്ഛൻ ഗുരുവിൻ്റെ പ്രതിമയ്ക്ക് വിളക്ക് വെച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ സമുദായങ്ങൾ മുഴുവൻ പറയുന്നത് ഇപ്പം അച്ഛൻ ഗുരുവിൻ്റെ കൂടെ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇതിനെ ആവാഹിച്ചിരുത്താനാണ് പറയുന്നത്, അല്ലെങ്കിൽ സംഗതി സമാധാനം ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ, ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യണ്ട, അങ്ങനെ സമാധാനക്കേടുള്ളവരോട് പറയാം, എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് നിങ്ങൾ ആവാഹിച്ച് ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യാം, നിങ്ങളിത് വേണ്ടാന്ന് തന്നെ പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടേക്ക് റിസൾട്ട് കാണിച്ചു കൊടുത്തു. വെറും 14 ദിവസത്തിനുള്ളിൽ അവർ നമ്മളെ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ഈ റിസൾട്ട് കിട്ടാന്നുള്ളത് ഞാൻ ചോദിച്ചു, ഇതാണ് പൂജാവിധി.
അല്ലാതെ വെറുതെ നിങ്ങൾ ഈ സായുജ പൂജ എന്ന് പറഞ്ഞ സംഭവം നടത്തി കുറേ ലക്ഷങ്ങൾ പൊടിച്ചിട്ട് പറ്റിച്ചു, പൂജ തട്ടിപ്പണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരാ അതിൻ്റെ ഉത്തരവാദികൾ? നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അപ്പോൾ പലരും പറയുന്നത് ഈ സായുജ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടുതൽ ഭഗവാനോട് അടുക്കുകയും സൽപ്രവർത്തികളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ ഭഗവാന് നമ്മളായിട്ടുള്ള ആ ഒരു ബന്ധം, ഈ ബന്ധത്തിൽ നിന്നാണ് നമ്മളുടെ ആത്മാവ് ഡയറക്റ്റായിട്ട് തന്നെ ഭഗവാനിലേക്ക് ലയിക്കും. അങ്ങനെ കിട്ടുന്ന സുഹൃത ജന്മം അത് കിട്ടണമെങ്കിൽ ഇപ്പം എനിക്ക് സുഹൃത ജന്മം കിട്ടാൻ ഞാൻ വിചാരിക്കണം, അല്ലാതെ എൻ്റെ മക്കൾ വിചാരിച്ച് അവർ കുറേ പൂജ നടത്തിക്കൊണ്ട് എനിക്ക് സുഹൃതം കിട്ടും. അപ്പം നമ്മളുടെ തെറ്റിദ്ധാരണകളാണ്. അപ്പം ആ തെറ്റിദ്ധാരണകളുടെ പിന്നാലെ പോകാതെ നമ്മൾ ശരിക്കും നമുക്ക്, അതായത് നമ്മൾ നിൽക്കുന്ന മനുഷ്യൻ്റെ രക്ഷയാണ് എപ്പോഴും നോക്കേണ്ടത്. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പിതൃവിന് ബലിയിടാൻ പറയുന്നത്. അപ്പോൾ ബലികർമ്മം മാത്രമേ ശരിക്കും നമ്മളുടെ കാളഹസ്തി മഹർഷി വിധിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഈ സത്യങ്ങൾ തിരിച്ചറിയുക, അല്ലാതെ വെറുതെ ഇടയിലിടയിൽ വന്ന കുറേ ആചാര്യന്മാർ 3 ദിവസം 5 ദിവസം 7 ദിവസം തലകുത്തി വലിയ പന്തലൊക്കെ ഇട്ട് പൂജ നടത്തി സ്വന്തക്കാർക്കൊക്കെ ഭക്ഷണം കൊടുത്തു, പൈസ കടം വീട്ടാൻ ഇതുവരെ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ചിന്തിച്ചൂടെ? ഈ പൂജ എല്ലാം ഫെയിലായിരുന്നു, അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? എന്നിട്ട് പൂജ തട്ടിപ്പെന്ന് പറഞ്ഞതിൽ കാര്യമുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ബലിയിടുമ്പോൾ കുടുംബത്തിൽ അജ്ഞാതവശാൽ മരിച്ച പിതൃക്കൾക്ക് നമ്മളെപ്പോഴും നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ ബലിയിട്ടാൽ മതി. അല്ലാതെ ജ്ഞാത മാതാ മാതുല അതൊക്കെ അവർക്ക് മക്കളുണ്ടാവുമല്ലോ, അവർക്ക് സന്താനങ്ങളില്ലെങ്കിൽ മാത്രമേ അത് നമ്മളിലേക്ക് വരുന്നുള്ളൂ. നമ്മൾ ബലിയിടാനിരിക്കുമ്പോൾ നമ്മള് പരിചയമുള്ളവരെല്ലാം വന്ന് നിൽക്കും എന്നാണ് പറയുന്നത്. അത് ആചാര്യം പറയുന്നു. അതെ, ഈ ആചാര്യന് തന്നെ ആചാര്യന്റെ കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. നിങ്ങൾ ആ കാര്യം കൂടി മനസ്സിലാക്കി. ജ്യോത്സ്യന് ജ്യോതിഷത്തിൽ വിശ്വാസമില്ല. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ മറ്റൊരു സംശയ നിവാരണ നിവൃത്തിയുമായി അടുത്ത എപ്പിസോഡ് കാണുന്നത് വരെ നമസ്കാരം.